ഈ അടുത്ത കാലത്തായിട്ട് DRDOയിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് അതിവേഗം ബഹുദൂരം എന്ന ഫിലോസഫി കൃത്യമായിട്ട് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാ ഏറ്റവും പുതിയതായിട്ട് ഇന്ത്യയുടെ ഒരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്, ഒരു ഡ്രോൺ മിസൈൽ വിസ്മയം. ഇതിനെപ്പറ്റിയുള്ള ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആധുനിക യുദ്ധമുഖത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ മാറ്റം വില കൂടിയ യുദ്ധവിമാനങ്ങൾക്ക് പകരമായിട്ടെത്തുന്ന ചെറിയ എന്നാൽ അത്യന്തം അപകടകാരികളായിട്ടുള്ള ഡ്രോണുകളാണ്. ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഇതുപോലത്തെ വില കുറഞ്ഞ ഡ്രോണുകളെ വെടിവെച്ചിടുന്നത് സാമ്പത്തികമായിട്ട് ഒട്ടും പ്രായോഗികമല്ല. ഈ ഒരു സാഹചര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതിർത്തിയിലെ പുതിയ വെല്ലുവിളികളെ നേരിടാനായിട്ട് DRDO വികസിപ്പിച്ചെടുത്ത ഒരു വിപ്ലവകരമായ ആയുധമാണ് ULPGM V3 അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ. അടുത്തിടെ ആന്ധ്രാപ്രദേശിലെ കുർണൂളിൽ വെച്ച് ഇതിൻ്റെ അതിനിർണായകമായ പരീക്ഷണങ്ങൾ പൂർത്തിയായി. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ പുറത്തുവിട്ട വീഡിയോയിൽ 2 വ്യത്യസ്ത മോഡലുകളിലാണ് ഈ മിസൈൽ പരീക്ഷിക്കപ്പെട്ടത്. ഒന്ന് ഗ്രൗണ്ട് അറ്റാക്ക് മോഡും മറ്റൊന്ന് സവിശേഷമായിട്ടുള്ള എയർ ടു എയർ മോഡും. എയ്റോ ഇന്ത്യ 2025 ആദ്യമായിട്ട് പ്രദർശിപ്പിച്ച ഈ ആയുധം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ എന്തുകൊണ്ട് ഒരു ഗെയിം ചേഞ്ചർ ആകുന്നു എന്ന് നമുക്കിന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ULPGM സീരീസിലെ മുൻ പതിപ്പുകൾ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ V1 എന്നത് പ്രൊപ്പൽഷൻ ഇല്ലാത്ത വെറും ഒരു ഗ്ലൈഡ് ബോംബ് മാത്രമായിരുന്നു, 2 കിലോമീറ്റർ ദൂരപരിധി. V2 പതിപ്പിൽ 4 മുതൽ 6 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ULMER അതായത് അൺമാൻഡ് ലോഞ്ച്ഡ് മിനീഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച് എന്നുകൂടി അറിയപ്പെടുന്ന ഈ V3 പതിപ്പ് മുൻഗാമികളെക്കാളൊക്കെ ഒരുപാട് കരുത്തുറ്റതാണ്. വെറും 12.5 കിലോഗ്രാം മാത്രമാണ് ഈ മിസൈലിൻ്റെ ഭാരം. ഇത്രയും കുറഞ്ഞ ഭാരമുള്ളത് കൊണ്ട് തന്നെ ചെറിയ ഡ്രോണുകൾക്ക് പോലും ഒന്നിലധികം മിസൈലുകൾ ഒരേ സമയത്ത് വഹിക്കാനായിട്ട് സാധിക്കും. ഒരു ഡ്യുവൽ ത്രസ്റ്റ് സോളിഡ് റോക്കറ്റ് മോട്ടറാണ് ഇതിന് കരുത്തേകുന്നത്. ഇതിൻ്റെ സഹായത്തോടെ പരമാവധി 10 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാനായിട്ട് V3ക്ക് സാധിക്കും. പകൽ സമയങ്ങളിൽ 4 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വരെയും രാത്രി സമയങ്ങളിൽ 2.5 കിലോമീറ്റർ ഉയരത്തിൽ നിന്നും ഈ മിസൈൽ വിക്ഷേപിക്കാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും ഫയർ ആൻഡ് ഫോർഗെറ്റ് ഗണത്തിൽപ്പെടുന്ന ഈ മിസൈല് സ്റ്റാറ്റിക് ടാർഗറ്റുകൾക്ക് പുറമെ അതിവേഗം സഞ്ചരിക്കുന്ന ലക്ഷ്യങ്ങളെയും കൃത്യമായിട്ട് പിന്തുടർന്ന് നശിപ്പിക്കാനായിട്ട് പ്രാപ്തമാണ്. ഈ മിസൈലിൻ്റെ ഏറ്റവും വലിയ സാങ്കേതിക മികവ് ഒളിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഗൈഡൻസ് സിസ്റ്റത്തിലാണ്. ശത്രുക്കൾക്ക് ഇതൊരു പേടി സ്വപ്നമായിട്ട് മാറുന്നത് ഇതിലെ ഹൈ ഡെഫിനിഷൻ ഡ്യുവൽ ചാനൽ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കർ മുഖേനയുള്ള പാസീവ് ഹോമിംഗ് സംവിധാനം കൊണ്ടാണ്. ഇതെന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. ULPGM V3 ഒരു പാസീവ് സിസ്റ്റമാണ്, അതായത് ഇത് സ്വന്തമായിട്ട് യാതൊരു സിഗ്നലുകളും പുറപ്പെടുവിക്കുന്നില്ല. മറിച്ച് ശത്രുവിൻ്റെ ടാങ്കിൽ നിന്നോ ഹെലികോപ്റ്ററിൽ നിന്നോ പുറത്തു വരുന്ന ചൂട്, അതായത് ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ വലിച്ചെടുത്ത് നിശബ്ദമായിട്ട് ഇത് ലക്ഷ്യത്തിലേക്ക് കുതിക്കും. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഈ മിസൈൽ വരുന്നത് അവസാന നിമിഷം വരെ തിരിച്ചറിയാനും കഴിയില്ല. ഇനി എന്താണ് IIR അതായത് ഇമേജിംഗ് ഇൻഫ്രാറെഡ് എന്ന് നമുക്ക് നോക്കാം. പഴയ തലമുറ ഇൻഫ്രാറെഡ് മിസൈലുകൾ ശത്രുവാഹനങ്ങളുടെ എഞ്ചിനിൽ നിന്നുള്ള ഒരൊറ്റ ചൂടുള്ള ബിന്ദുവിനെ മാത്രമാണ് ലക്ഷ്യമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഫ്ലെയറുകൾ ഇടുമ്പോൾ ഈ മിസൈലുകൾ വഴിമാറി പോകുമായിരുന്നു. എന്നാൽ V3യിലുള്ള IIR സീക്കർ ലക്ഷ്യസ്ഥാനത്തിൻ്റെ പൂർണ്ണമായ ഒരു തെർമൽ ചിത്രം തയ്യാറാക്കും, തെർമൽ ഇമേജ്. അതായത് ഒരു ടാങ്കിൻ്റെ രൂപം മിസൈലിൻ്റെ കമ്പ്യൂട്ടറിന് വ്യക്തമായിട്ടും മനസ്സിലാവും. ശത്രു എത്ര ഫ്ലെയറുകൾ ഇട്ടാലും ഈ തെർമൽ ഇമേജിംഗ് വഴി യഥാർത്ഥ ലക്ഷ്യത്തെ കൃത്യമായിട്ട് വേർതിരിച്ചറിയാനായിട്ട് V3ക്ക് കഴിയും. പകൽ സമയത്തും കൂരിരുട്ടിലും ഒരുപോലെ കൃത്യതയോടെ പ്രവർത്തിക്കാനായിട്ട് ഇത് സഹായിക്കും. ഇതുകൂടാതെ ഇതിലൊരു 2-വേ ഡാറ്റ ലിങ്ക് കൂടിയുണ്ട്. മിസൈൽ ഫയർ ചെയ്തതിന് ശേഷം യുദ്ധക്കളത്തിലെ സാഹചര്യം മാറിയാൽ വായുവിൽ വെച്ച് തന്നെ മിസൈലിൻ്റെ ഗതി മാറ്റി മറ്റൊരു ടാർഗറ്റ് നൽകാനായിട്ട് ഓപ്പറേറ്റർക്ക് ഇതിലൂടെ സാധിക്കും. കർണൂലിലെ പരീക്ഷണങ്ങൾ ലോകശ്രദ്ധ ആകർഷിക്കാനായിട്ട് പ്രധാന കാരണം ഈ മിസൈലിൻ്റെ എയർ ടു എയർ കേപ്പബിലിറ്റിയും കൂടിയാണ്. ഗ്രൗണ്ട് അറ്റാക്ക് എന്നതിനപ്പുറം വായുവിൽ വെച്ച് ശത്രുവിനെ വീഴ്ത്താനും ഇതിന് സാധിക്കും. ആദ്യം നമുക്കിതിൻ്റെ എയർ ടു സർഫസ് റോൾ ഒന്ന് പരിശോധിക്കാം. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് 3 വ്യത്യസ്ത വാർഹെഡുകൾ ഇതിൽ ഘടിപ്പിക്കാനായിട്ട് സാധിക്കും. അതിൽ ആദ്യത്തേതാണ് ആൻറ്റി ആർമർ വാർഹെഡ്.
അതായത് ഏറ്റവും നൂതനമായിട്ടുള്ള ടാങ്കുകളിലെ ERA എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ കവചങ്ങളെ ഭേദിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന ഒരു ടാൻഡം ചാർജ് സിസ്റ്റമാണിത്. രണ്ടാമതായിട്ട് PCB പെനിട്രേഷൻ കം ബ്ലാസ്റ്റ് വാർഹെഡ്. ഇത് ശത്രുക്കളുടെ കോൺക്രീറ്റ് ബങ്കറുകൾ തകർക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മൂന്നാമതായിട്ട് പ്രീ ഫ്രാഗ്മെൻറ്റഡ് വാർഹെഡ്, അതായത് ഒരു വാർഹെഡിൻ്റെ അകത്ത് തന്നെ നേരത്തെ ഫ്രാഗ്മെൻറ്റ് ചെയ്തിരിക്കുന്ന അനേകം ചെറിയ ചെറിയ വാർഹെഡുകൾ. ഇത് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്ന ശത്രു സൈനികർക്കെതിരെ ആൻറ്റി പേഴ്സണൽ റോളിൽ പ്രയോഗിക്കാനായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഉയർന്ന പ്രഹരശേഷിയുള്ള ഈ വാർഹെഡിന് ചുറ്റുമുള്ള വലിയൊരു മേഖലയെ തന്നെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ എയർ ടു എയർ റോളും കൂടി ഒന്ന് പരിശോധിക്കാം. ഇന്ന് അതിർത്തികളിൽ പാകിസ്ഥാനിൽ നിന്നും മറ്റും വരുന്ന ചെറിയ നിരീക്ഷണ ഡ്രോണുകളും ഷാഹെദ് മോഡൽ കാമികാസെ ഡ്രോണുകളും വലിയൊരു ഭീഷണിയാണ്. ഇവയെ തടയാനായിട്ട് ദശലക്ഷങ്ങൾ വിലയുള്ള സിസ്റ്റംസ് ഉപയോഗിക്കുന്നതിന് പകരം വളരെ ചിലവ് കുറഞ്ഞ ULP GM-V3 ഉപയോഗിച്ച് ഡ്രോണുകളെ നമുക്ക് ആകാശത്ത് വെച്ച് തന്നെ തകർക്കാം. ഇത് കൂടാതെ ശത്രുക്കളുടെ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾക്കും സൈനികരെ ഡിപ്ലോയ് ചെയ്യാൻ വരുന്ന ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററുകൾക്കും എതിരെയുള്ള ഏറ്റവും മികച്ച ഇൻ്റർസെപ്റ്ററായിട്ടും ഈ മിസൈൽ പ്രവർത്തിക്കും. അതായത് ഡ്രോണുകൾ കൂട്ടത്തോടെ ഒരു സ്വാമായിട്ട് വന്ന് ഈ മിസൈലുകൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പരമ്പരാഗത അറ്റാക്ക് ഹെലികോപ്റ്ററുകൾക്ക് അത് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറും. ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത് എന്നതും വളരെ പ്രധാനമാണല്ലോ. DRDOയുടെ പരീക്ഷണ വീഡിയോയിൽ കാണുന്നത് ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള ന്യൂ സ്പേസ് റിസർച്ചിൻ്റെയും അതുപോലെ റാഫേ എംഫിബിർ എന്നീ കമ്പനികൾ വികസിപ്പിച്ച ഡ്രോണുകളാണ്. പ്രധാനമായിട്ടും MR-10, MR-20 എന്നീ ഡ്രോണുകളാണ് ഇതിൻ്റെ ലോഞ്ചിങ് പ്ലാറ്റ്ഫോംസ്. MR-10 എന്ന് പറയുന്നത് ഹൈ എൻഡ്യൂറൻസ് സ്വാം കേപ്പബിൾ ഡ്രോണാണ്. 10 കിലോഗ്രാം ഭാരം വഹിച്ച് 85 മിനിറ്റ് നേരം നിർത്താതെ പറക്കാൻ ഇതിന് സാധിക്കും. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയുള്ള ഇതിൻ്റെ നിലവിലെ റേഞ്ച് 35 കിലോമീറ്ററാണ്. ഭാവിയിൽ ഇത് 100 കിലോമീറ്ററിന് മുകളിലേക്ക് ഉയർത്താനുള്ള പണിപ്പുരയിലാണ് നിർമ്മാതാക്കൾ. മറുവശത്ത് MR-20 എന്നതൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഓപ്പറേഷൻസിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഡ്രോണാണ്. നമ്മുടെ ലഡാക്ക്, സിയാച്ചിൻ പോലെയുള്ള അതിർത്തികളിൽ 20 കിലോഗ്രാം മുതൽ 100 കിലോഗ്രാം വരെ ഭാരം വഹിക്കാനായിട്ട് ഇതിന് സാധിക്കും. അതായത് ഒന്നിലധികം V3 മിസൈലുകൾ വഹിച്ച് ശത്രുനിരയുടെ വളരെ ഉള്ളിലേക്ക് കയറി ചെന്ന് കൃത്യമായ ആക്രമണം നടത്താനായിട്ട് ഈ പ്ലാറ്റ്ഫോമുകൾക്ക് സാധിക്കും. DRDO പുറത്തുവിട്ട പരീക്ഷണ വീഡിയോയിൽ അധികമാരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മിസൈൽ വിക്ഷേപിക്കുന്ന സമയത്ത് മുകളിലുള്ള ഡ്രോൺ താഴേക്ക് ഫ്ലെയറുകൾ നിക്ഷേപിക്കുന്നത് വീഡിയോ സൂം ചെയ്താലായിട്ട് കാണാൻ സാധിക്കും. വലിയ യുദ്ധവിമാനങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഈ ഡിഫൻസ് സിസ്റ്റം എന്തിനാണ് ഒരു ഡ്രോണിൽ ഘടിപ്പിച്ചിരിക്കുന്നത്? യുദ്ധകളത്തിൽ ശത്രുക്കൾ ഇത്തരം ഡ്രോണുകളെ വീഴ്ത്താനായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് മാൻ പാഡ്സ് ആണ്, അതായത് മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റംസ്. ഇത്തരം തോളിൽ വെച്ച് വിക്ഷേപിക്കുന്ന മിസൈലുകൾ ഡ്രോണിൻ്റെ മോട്ടോറിലെ ചൂട്, അതായത് ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ നോക്കിയിട്ടാണ് വരുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഡ്രോണുകളിൽ ഫ്ലെയറുകൾ ഡിപ്ലോയ് ചെയ്യുന്ന സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്നത്. യുക്രൈനിലും മിഡിൽ ഈസ്റ്റിലും നടക്കുന്ന ആധുനിക യുദ്ധങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് യഥാർത്ഥ യുദ്ധക്കളത്തിൽ നിലനിൽക്കാൻ കഴിയുന്ന ഹൈ സർവൈവബിലിറ്റി സാങ്കേതിക വിദ്യകൾ എത്ര പെട്ടെന്നാണ് DRDO കോപ്പി അടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. ഒരു ഡ്രോണിനെ വെടിവെച്ചിടാനായിട്ട് ശത്രു ശ്രമിച്ചാൽ പോലും ഫ്ലെയറുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ട് അതേ ശത്രുവിനെതിരെ ഈ V3 മിസൈൽ പ്രയോഗിക്കാനായിട്ട് ഈ സിസ്റ്റത്തിന് കഴിയും. ഹൈദരാബാദിലെ റിസർച്ച് സെൻറ്റർ ഇമറത്ത് RCI, അതുപോലെ DRDL, പൂനെയിലെ HEMRL എന്നീ DRDO ലാബുകൾ സംയുക്തമായിട്ടാണ് ഇതിൻ്റെ വികസനം പൂർത്തിയാക്കിയത്. ഉൽപാദനത്തിനായിട്ട് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും അദാനി ഡിഫൻസും മറ്റ് 30-ലധികം MSMEകളും സജ്ജമായി കഴിഞ്ഞു. അതായത് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ 100% തദ്ദേശീയമായിട്ട് മാസ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഇന്ത്യക്ക് ഇനി സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഈ സിസ്റ്റം ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻ ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡ്രോൺ യുദ്ധമുറകളിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും ഇന്ത്യ നടത്താൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ ഡീപ്പ് ഡൈവ് അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. DRDOയുടെ ഈ പുതിയ നാഴികക്കല്ലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലെ ഇത്തരം കൃത്യവും സാങ്കേതികവുമായ വിശകലനങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.